ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ഊട്ടി വ്ളോഗായാലോ. അപ്പോൾ ചുമ്മാ ഒന്ന് ഊട്ടി പോയിട്ട് വരാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ എൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടനും അനിയനും ഞാനും കൂടെ ചുമ്മാ ഒന്ന് ഊട്ടി വരെ പോയിട്ട് തിരിച്ച് ജസ്റ്റ് ഒന്ന് വരാമെന്ന് ഓർത്ത് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ, ഞങ്ങളുടെ ഇവിടെ തന്നെ ഒക്കെ തണുപ്പാണ്. അപ്പോൾ ഊട്ടിയിലേക്കും കൂടെ പോയപ്പോഴത്തേക്കും ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ ചാറ്റൽ മഴയും മഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ ഞൊങ്ക് കഴിക്കണം തോന്നി ഞങ്ങൾ വേണ്ട ഇവിടെ സ്റ്റോപ്പാക്കി ഞൊങ്കൊക്കെ കഴിക്കാൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ, ചെറുതായിട്ട് മഞ്ഞും മഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ വേണ്ട ഐസും കട്ട പോലത്തെ ഞൊങ്ക് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ വേണ്ട അതൊക്കെ അവിടെ നിന്ന് തണുത്ത് വിറച്ച് നിന്ന് കഴിക്കും കേട്ടോ. അപ്പോൾ ഈ തണുപ്പത്ത് ഇതേപോലെ തണുത്ത സാധനങ്ങൾ എന്തെങ്കിലും കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പറയണേ. അപ്പോൾ ഞങ്ങൾ തണുത്ത് വിറച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ എന്തെങ്കിലും ചൂടോടെ കഴിക്കാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ ചേട്ടനാണെങ്കിൽ സ്വെറ്റർ കൊടുക്കാൻ മാറുന്നേ. അപ്പോൾ അവർ കുറേ കട കണ്ടതിൽ നിർത്താൻ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറ്റത്തില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു മാഗി കടന്ന് മാഗി കഴിച്ചു, അവിടെ തന്നെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഞാനിതേണ്ട അവരെയും കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിച്ചു കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാനും ഇച്ചായനും വന്നപ്പോൾ ഇവിടെ നിന്ന് നല്ല അടിപൊളിയൊരു മാഗി കിട്ടി. പ്രത്യേകിച്ച് ഒന്നും ഇട്ടിട്ടില്ല, പക്ഷേ മസാല മാത്രമേ ഇട്ടിട്ടുള്ളൂ, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് ഞാൻ വണ്ടിയൊക്കെ നിർത്തിച്ച് ഞങ്ങൾ ഇവിടുന്ന് മാഗിയൊക്കെ വാങ്ങി. ഇത് കണ്ടോ മാഗി, മസാലയില്ല ഒന്നുമില്ല, വെന്തിട്ടുമില്ല. ഇത് കണ്ടപ്പോൾ അതേട്ടെ അവരെ എക്സ്പ്രഷൻ കണ്ടോ, ഇവർ കാറിലേക്ക് ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനിന്ന് എൻ്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നു. പക്ഷേ ഞാനത് അവിടെ നിന്ന് മൊത്തം കഴിച്ചു കേട്ടോ. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ല തണുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അനിയൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അവൻ പറയുന്ന എക്സ്പ്രഷനാണ് കേട്ടോ, റിയലി അമേസിങ്. അപ്പോൾ ഞാനത് അവിടെ ഇരുന്ന് തിന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 2 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ 2 മണിയായാലും ഇവിടെ മഞ്ഞ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഊട്ടി ടൗൺ. അപ്പോൾ ഞങ്ങൾ ടൗണിലെത്തി. അപ്പോൾ ഫേമസ് ആയിട്ടുള്ള റീൽസിലൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ള മോദീസിൽ കയറാൻ നോക്കും കേട്ടോ. അപ്പോൾ ഇത് എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ ഇവരെയും കൂടെ എന്തായാലും ഇവിടെയും കൂടെ പോയി. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ എക്സ്പ്രഷൻ കണ്ടത് വല്ലതും നടക്കുമോ എന്നുള്ള രീതിയിലാണ് അവൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ കേക്ക് കളക്ഷൻസും ബ്രൗണീസും ചോക്ലേറ്റ്സ് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസം കേട്ടോ. അപ്പോൾ വേണ്ടി ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നിട്ടോ. അപ്പോൾ ഞാൻ ഹോട്ട് ചോക്ലേറ്റും പിന്നെ ഫ്രൂട്ട് കേക്കും ആട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള കേക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഓവർ മധുരമൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ വേണ്ടി ഹോട്ട് ചോക്ലേറ്റും കേക്കും ആട്ടോ ഞാൻ കഴിക്കുന്നത്. അപ്പോൾ കേക്ക് അവർ അപ്ലൈ പറഞ്ഞത് വാങ്ങണ്ടെന്ന്, അപ്പോൾ ഞാനത് വാങ്ങി കഴിച്ചു. അത്ര പോരാട്ടോ, പക്ഷേ കുഴപ്പമില്ല, സിമ്പിളായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ചോക്ലേറ്റിൻ്റെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ഓർഡർ ചെയ്തത് കോഫിയും പിന്നെ വാൾനട്ട് ബനാന കേക്കും കേട്ടോ. അവരതും നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ അകത്തും ഞാൻ കൈയിട്ട് വാരിയായിരുന്നു കേട്ടോ. ഞങ്ങൾ അതൊക്കെ കഴിച്ച് ഇറങ്ങി കേട്ടോ, സമയമായതുകൊണ്ട്. അപ്പോൾ വേണ്ട ഇതാട്ടോ ഊട്ടി മെഡിക്കൽ കോളേജ്. അപ്പോൾ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പുറം ഉണ്ട് കേട്ടോ, ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ടേ. അപ്പോൾ ഇതാട്ടോ മെഡിക്കൽ കോളേജ്. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ഇങ്ങനെ തന്നെ കേട്ടോ, ഇവിടെ എപ്പോഴും മഞ്ഞും മഴയും തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞത് ഒരു പൈൻ ഫോറസ്റ്റിലേക്ക് വന്നേ. അപ്പോൾ എൻ്റെ അടുത്തേക്ക് ഒരാൾ പാഞ്ഞു കയറി വന്നിട്ടോ. ഞാൻ പേടിച്ച് പോയിട്ടോ, കുരങ്ങ് വന്നിട്ട് അങ്ങനെ പോയിട്ടോ. അപ്പോൾ അവരിതൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതാട്ടോ ഊട്ടി ഷൂട്ടിംഗ് മട്ടം. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തോട്ടും ഇങ്ങനെ തന്നെ കേട്ടോ. ഞങ്ങൾ കയറി മട്ടോണ്ട് ഞങ്ങൾ കയറിയില്ല കേട്ടോ, നേരെ വീട്ടിലേക്ക് പോവാണേ. അപ്പോൾ ഞങ്ങളൊരു വൈകുന്നേരം സമയമൊക്കെ സന്ധ്യ അവിടെ എത്തിയിട്ടോ. മലബാറിൽ നിന്നാട്ടോ ഫുഡ് കഴിക്കുന്നത്, നല്ല അടിപൊളി മന്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഊട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ ഗായ്സ്.